സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ അഭിമാനമായി മാറി തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ലോകസഭാ സീറ്റ് NDAയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ശ്രീ സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർത്തകളും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമായ മുന്നേറ്റം, 13,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ NDAക്ക് ലഭിച്ചു. ആളൂർ ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും നല്ല മുന്നേറ്റം NDA കാഴ്ചവെച്ചു. ആളൂരും വളരെ ശക്തമായ വോട്ടിന്റെ സ്വാധീനം NDAക്ക് ലഭിച്ചു. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലും ശക്തമായ മുന്നേറ്റം, മുനിസിപ്പാലിറ്റിയിൽ ഒന്നാമതെത്താനായിട്ട് NDAക്ക് സാധിച്ചു. അങ്ങനെ ഒരു സാധാരണ വിജയത്തിൽ കവിഞ്ഞ് എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് എല്ലാ മത സാമുദായിക സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, മറ്റു എല്ലാ തരത്തിലും ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ ജനവിഭാഗങ്ങളിൽ നിന്നും NDAക്ക് ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ടുകൾ ലഭിച്ചു. എല്ലാവരുടെയും പിന്തുണയുള്ള ഒരു വിജയമാണ് ഇരിങ്ങാലക്കുടയിൽ ഉണ്ടായിട്ടുള്ള ഈ 13,000 വോട്ടിന്റെ മുന്നേറ്റമെന്ന് ഞങ്ങൾ എല്ലാ പൊതുജനങ്ങൾക്ക് മുൻപിലും വളരെ കൃതജ്ഞതയോടെ, വളരെ സ്നേഹത്തോടെ, ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ എല്ലാവരോടും സന്തോഷവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ ആദ്യ പ്രവർത്തനത്തിൽ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടിരുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന BJPയും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന NDAയും എല്ലാം നിരവധി കഷ്ടപ്പാടുകളിലൂടെയും ഒരുപാട് ത്യാഗങ്ങളിലൂടെയുമാണ് മുന്നോട്ട് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു വിജയം കിട്ടിയപ്പോൾ അത് ഇരിങ്ങാലക്കുടയിലെ നല്ലവരായിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞങ്ങൾ നേരിട്ട് തന്നെ ഒന്ന് അറിയിക്കുക, സന്തോഷം പങ്കുവയ്ക്കുക, എല്ലാവരുമായിട്ട് ഒരു കോഫി കഴിക്കുക. ഒപ്പം നാളെ സത്യപ്രതിജ്ഞയാണ്. നമുക്കറിയാം, 9-ാം തീയതി വൈകിട്ട് 7:15 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി 3ാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിടത്തോളം മന്ത്രിമാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉന്നത നേതൃത്വങ്ങൾ പത്രക്കാരോടും സമൂഹത്തോടും ഒക്കെ പറയുന്നതായിരിക്കും. നാളെ ഒരു വിജയോത്സവം ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് 3:30 ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പ്രൗഢോജ്ജലമായിട്ടുള്ള ഒരു വിജയോത്സവം NDAയുടെ, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ച എല്ലാവരുടെയും കൂട്ടായ്മയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ വിവരവും മാധ്യമ സുഹൃത്തുക്കളോട് വളരെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം അറിയിക്കുന്നു. അതാണ് ഈ പത്രസമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് സൂചിപ്പിക്കാനുള്ളത്, 181 ബൂത്തുകളാണ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ. അതിൽ 101 ബൂത്തുകളിൽ NDA അതിശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തി. 60 ബൂത്തുകളിൽ 2ാം സ്ഥാനത്തെത്തി. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട കരുവന്നൂരിന്റെ സമരം തുടങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. 160-ലധികം സമരങ്ങൾ, 50-ലധികം പോലീസ് കേസുകൾ, ഹൈക്കോടതിയിലെ നിയമപോരാട്ടം, EDയുടെയും അതുപോലെ തന്നെ ദേശീയ സഹകരണ മന്ത്രാലയത്തിലുമുള്ള പരാതികൾ, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ. നമുക്കറിയാം, 10 മരണങ്ങൾ സംഭവിച്ച നാടാണ് നമ്മുടെ നാട്. ഒരുപാട് പേർ ഇപ്പോഴും ജീവച്ഛവമായി കഴിയുന്നു. ഈ ജനകീയ സമരത്തിലൂടെ ഈ ഇരകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്
സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെയും സഹകാരികളെയും എല്ലാം സത്യസന്ധമായി ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ ഒരു പോരാട്ടം ഇന്ന് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോലും എടുത്ത് ഇവിടുത്തെ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെങ്കിൽ അത് വലിയൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. അതുകൊണ്ടാണ് പൊറത്തുശ്ശേരി കരുവന്നൂർ മേഖലയിൽ തന്നെ 44% വോട്ടാണ് NDAക്ക് ഇത്തവണ നേടാനായത്. വളരെ പുറകോട്ട് മറ്റു മുന്നണികളൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അത് വിലയിരുത്തുമ്പോൾ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ, നമുക്കറിയാം, പാടത്ത് പണിയെടുക്കുന്നവർ മുതൽ കപ്പലണ്ടി കച്ചവടം നടത്തുന്നവർ മുതൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ മുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പൊതുജനങ്ങളുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ശക്തി, അവരെ മുന്നോട്ട് നയിക്കാൻ അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് കഴിയുമെന്ന് ഉള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള കൂടുതൽ വോട്ടുകൾ NDAക്ക് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലുകയും ഓരോ ആളുകളെയും ചേർത്ത് പിടിക്കുകയും ജനകീയമായിട്ട് കൊള്ളക്കാർക്കെതിരെ ഒരു വലിയ ജനകീയ പദയാത്ര നയിക്കുകയും ചെയ്തു. ഇതൊക്കെ പത്രമാധ്യമങ്ങളിലും ചർച്ചകളിലുമൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ പൊതുജനം അതിൻ്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞു എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വിലയിരുത്താനാവുന്നത്. മുനിസിപ്പാലിറ്റി പോലുള്ള പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഒരു കാലത്ത് പല വിഭാഗങ്ങളാക്കി തിരിച്ച് ആ വോട്ടുകൾ മുഴുവൻ ഞങ്ങളുടേതാണെന്ന് LDF അവകാശപ്പെടുകയും ഞങ്ങളുടേതാണെന്ന് UDF അവകാശപ്പെടുകയും ചെയ്തിട്ടുള്ള കോട്ടകളിൽ അതിൽ മത സാമുദായികപരമായിട്ടുള്ള മുഴുവൻ ആളുകളെയും വലിച്ചഴച്ചുകൊണ്ട് അത്തരത്തിൽ സ്വന്തമാക്കിയിരുന്നതിൽ നിന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, ഇങ്ങാലക്കുടയുടെ നെടുനായകത്വം വഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വളരെ അഭൂതപൂർവമായിട്ടുള്ള, വളരെ വളരെ നല്ല നിലയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം നിറഞ്ഞ വോട്ടാണ് ഇത്തവണ SGക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്നും ലഭിച്ചത്. അതിൽ ഇരിങ്ങാലക്കുടയിലെ കോടൽമാണിക്യത്തപ്പനോടും ഇരിങ്ങാലക്കുടയിലെ വലിയ പള്ളി അവിടെയുള്ള ദൈവങ്ങളോടും ഇരിങ്ങാലക്കുടയിലെ മുസ്ലിം പള്ളിയിലുള്ള ദൈവങ്ങളോടും അങ്ങനെ സർവ ആധ്യാത്മിക ആചാര്യന്മാരോടും സർവ ബഹുജന സംഘടനകളോടും സർവ ജനങ്ങളോടും അഗൈതവുമായിട്ടുള്ള നന്ദി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചതിക്കില്ല ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ വണ്ടിയുടെ പുറകിൽ സുരേഷ് ഗോപിയുടെ ചിത്രവും വെച്ചുകൊണ്ട് എളിയ ഒരു പ്രചരണം നടത്തിയിരുന്നു. അത് സ്വമേധയാ തന്നെ അവർ നടത്തിയിട്ടുള്ള പ്രചരണമാണ്. അപ്പൊ അതൊക്കെ തന്നെ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി NDAയുടെ ഇരിങ്ങാലക്കുടയിലെ ഈ ടീം, അല്ലെങ്കിൽ NDAയുടെ ഓരോ പ്രവർത്തകനും ഓർക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഇരിങ്ങാലക്കുടയിലെ എല്ലാ വീടുകളിലും, ഇരിങ്ങാലക്കുട എന്നല്ല, തൃശ്ശൂർ ലോക്സഭാ സീറ്റിലെ മുഴുവൻ വീടുകളിലും NDAയുടെ പ്രവർത്തകന്മാർ സുരേഷ് ഗോപിയുടെ കയ്യൊപ്പമുള്ള അദ്ദേഹത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള കാർഡുകളുമായി, മധുരവുമായി മുഴുവൻ വീടുകളിലും നാളെ രാവിലെ മുതൽ ഒരു സ്നേഹ സമ്പർക്കം നടത്താനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുഴുവൻ വീടുകളിലും എത്തും. കാരണം ഇത്തവണ മുഴുവൻ ആളുകളുടെയും ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളില്ലാതെ, ആശയപരമായിട്ടുള്ള അനൈക്യമില്ലാതെ അതിശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് NDAക്ക് സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. ആ ഒരു പ്രവർത്തനം അത് ജനങ്ങളുടെ ആശയ്ക്കൊത്ത്, ജനങ്ങൾ ഇരിങ്ങാലക്കുടയിൽ ഉന്നയിച്ച പല ജനകീയ വിഷയങ്ങളും പഠിച്ചുകൊണ്ട്, ഒരുപക്ഷെ മന്ത്രിയുടെ മണ്ഡലമായിരുന്നിട്ട് കൂടി വളരെ പുറകോട്ട്
കരുവന്നൂർ, പൊറത്തുശ്ശേരി മേഖലകളിലൊക്കെ തന്നെ ഇടതുപക്ഷം പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മന്ത്രിസ്ഥാനമുണ്ടെങ്കിൽ നമുക്കറിയാം പല ജനകീയ വിഷയങ്ങളും, അതൊന്നും ഇവിടെ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നടത്തപ്പെടേണ്ടതുണ്ട്. അത് മുടങ്ങിക്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് നേരിട്ട് ചെയ്യാവുന്നതും അതല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള പല ഘടകങ്ങളുമുണ്ട്. കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള സഹായം കൊടുക്കാവുന്ന പല മേഖലകളുമുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാവുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിയുള്ള നമ്മുടെ മണ്ഡലത്തിൽ ഒരുപക്ഷെ വിവിധ പദ്ധതികളുടെ അത് ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കെടുക്കുന്നതും കൃത്യമായ ഇടപെടലുകൾ നടത്താത്തതിൻ്റെയും ഒക്കെ കരുവന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബൈപ്പാസ് റോഡ് തുടങ്ങിയിട്ടുള്ള, കുട്ടംകുളം തുടങ്ങിയിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അതിലൊന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാക്കാത്തതിൻ്റെയും നഗരസഭ ഭരിക്കുന്ന UDF-ന്റെ ഭാഗത്തു നിന്നൊന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വികസന നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കോൾ കർഷകർ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെയൊക്കെ കർഷക മേഖലകളിൽ ഒന്നും തന്നെ വേണ്ടത്ര സംതൃപ്തിയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മൂന്നാം ശക്തി എന്നുള്ള നിലയിൽ NDAയെ, സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും, എല്ലാ ഇരിങ്ങാലക്കുടക്കാർക്കും, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ, ഉദ്യോഗസ്ഥരടങ്ങുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ NDA ഇരിങ്ങാലക്കുട ടീമിന്റെ നന്ദി സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.